അങ്ങനെ സലാല പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുണ്ട്. കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതി. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പെരുന്നാളിൻ്റെ തലേ ദിവസം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് അങ്ങനെ പോകുന്നത്. ഒരു 5 ദിവസത്തെ ട്രിപ്പാണ് പോകുന്നത്. സലാല കുറേ നാളായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സലാല പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറിയിരുന്നു. സീറ്റ് ഉറപ്പിച്ചു. എൻ്റെ ഇപ്പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഒത്തിരി മലയാളീസും ഫാമിലീസും അറിയുന്ന ആൾക്കാരും ഒക്കെ പരിചയമുള്ളവരാണ്. ലഗേജ് എല്ലാം വെച്ച് ബസ്സിൽ കയറി ചേട്ടച്ചന് ടാറ്റയെ കൊടുത്ത് നേരെ ബസ്സിലോട്ട് പോയി അവിടെ ഇരുന്നു. അങ്ങനെ നേരെ നമ്മൾ പോയി തുടങ്ങി. ഉച്ചയായപ്പോഴത്തേക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബോർഡറിലാണ് നിർത്തിയിരുന്നത് വെച്ചത്. കാരണം ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പൊതിയിടണ്ട നല്ല ഒന്നാന്തരം പൊതിച്ചോറായിരുന്നു. ചമ്മന്തിയും മുട്ട വറുത്തതും പപ്പടമൊക്കെ ഇട്ടിട്ട് നല്ലൊരു പൊതിച്ചോറ്. അങ്ങനെ ബസ്സിൻ്റെ ഒരു ബാക്ക് സീറ്റിലിരുന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. യാത്ര വെച്ചാൽ നമ്മൾ സാധാരണ മരുഭൂമി ഇതെല്ലാം കണ്ടുകൊണ്ട് കുറേ വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല. പിന്നെ കുറേ അങ്ങോട്ട് ബോർഡറൊക്കെ അതിന് കുറേ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലത്ത് നിർത്താമെന്ന്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ബിൽഡപ്പായിട്ട് ഇറങ്ങി വരുന്ന ഒരു വീഡിയോസൊക്കെ എടുത്ത് നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയി. പിന്നെ ചെന്ന് കയറിയത് ഒമാൻ സലാല ആ ഭാഗത്തുള്ള ഒരു സലാല എത്തിയല്ല, ഒമാൻ്റെ സ്വീറ്റ്സ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നായിരുന്നു. എന്നെ കണ്ടുകൊണ്ടാണ് ഇറങ്ങിയത്. ഫുള്ള് പാത്രങ്ങൾ അവർ തുറന്ന് വെച്ചത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി കയറിയിരുന്നു. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ അലുവയില്ലേ, സെയിം അതിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. അലുവ അവർ കുബൂസ് കൊണ്ടും ഈന്തപ്പഴം കൊണ്ടും അവിടുത്തെ ട്രഡീഷണൽ സ്വീറ്റ്സൊക്കെ കൊണ്ടിട്ട് അത് ഉണ്ടാക്കി ശേഷം നമ്മുടെ അലുവ തന്നെ ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അതിനകത്ത് കുറച്ച് നട്ട്സുകളും അവിടുത്തെ കുറച്ച് ഫ്രൂട്ട്സുകളും മിക്സ് ചെയ്തിരുന്നത് മാത്രമേ ഉള്ളൂ. അത് രണ്ടും തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു ഒരു നമ്മുടെ കാവ കുടിച്ചിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഇതിൽ ആ കാവ കുറച്ച് നല്ലതായിരുന്നു. കാരണം തൊണ്ട കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗ്ലാസ് കാവയെ കുടിച്ചപ്പോഴത്തേക്കും അവിടെ ഒരു വലിയൊരു ആക്സിഡൻറ്റ് നടന്നു. അപ്പോൾ എല്ലാവരും അതിലോട്ടായിരുന്നു ശ്രദ്ധ. പിന്നെ സ്വീറ്റ്സിൻ്റെ പേരും അതൊക്കെ പുള്ളി ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. അറബിയിലായതുകൊണ്ട് നമുക്ക് അറബി അറിയില്ലല്ലോ, അതുകൊണ്ട് എല്ലാം കേട്ടിരുന്നു. പിന്നെ പുള്ളി അവിടെ സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞു തന്നു. വലിയ ഷോപ്പല്ല, ഒരു കൊച്ചു ഷോപ്പായിരുന്നു. അങ്ങനെ കാവയെ കുടിച്ച് അവരോട് ബൈ ബൈ പറഞ്ഞ് തിരിച്ചു പോന്നു. പിന്നെ നേരെ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സിലോട്ടാണ്. ആ കാവ കുടിച്ചതിൻ്റെ സ്വീറ്റ്സ് കുടിച്ചതിൻ്റെ മൊത്തം ഛർദ്ദിച്ച് പണ്ടാരടങ്ങി. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കേണ്ടി പോയി. ഛർദ്ദിച്ചത് കൊണ്ട് എനിക്ക് ഫുഡ് കഴിക്കണ്ട എന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഒറ്റക്കായിരുന്നു ബസ്സിൽ. അപ്പോൾ ഡ്രൈവ് സീറ്റിലിരുന്നിട്ട് മൊത്തം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് വണ്ടി എടുത്തോട്ട് പോയാലോ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ ഹെവി ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരുന്നു. കയറി വന്നൊരിക്കൽ ഡോർ തുറന്നു കൊടുക്കാൻ വേണ്ടി എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോറൊക്കെ തുറന്ന് വലിയ അപ്പാട്ടക്കറായിട്ട് അങ്ങനെ കയറിയിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു ബസ് എടുത്തിട്ട് നമുക്ക് പോയാലോ എന്ന് ചോദിച്ച്. പിന്നെ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. ചെറിയൊരു മൈക്കൊക്കെ ഇരുന്ന് വെച്ച് അതെല്ലാം എടുത്ത് അവിടെ തന്നെ വെച്ച് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. അപ്പോൾ ഈ ഒരു മല ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ദുബായിൽ കാണാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ടൊക്കെ തോന്നി. അങ്ങനെ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ സലാലയുടെ ഉള്ളിലോട്ട് നമ്മൾ കടന്നപ്പോൾ കണ്ട ക്ലൈമറ്റ് മൊത്തത്തിൽ ചേഞ്ചായി. നല്ലൊരു മഞ്ഞും മലയും പച്ചപ്പും ഒക്കെ ആയിട്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. നല്ല തണുപ്പ്, ആ ഗ്ലാസ്സിലൊക്കെ തന്നെ നല്ല തണുത്ത ഫീലായിരുന്നു കേട്ടോ. കാരണം അതിന് മുന്നേ അത്രയും നേരം വെന്തിരിക്കണമായിരുന്നു. എൻ്റെ കൈയൊക്കെ പൊള്ളിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോഴത്തേക്കും മൊത്തം ടോട്ടലി ചേഞ്ചായി. അതിൻ്റെ ഒരു സലാല മെയിൻ സ്ഥലത്ത് എത്താനുള്ള ഒരു ആകാംക്ഷയിലാണ് ഈ വീഡിയോസ് എല്ലാം എടുത്ത് കിട്ടിയത്. പിന്നെ കുറച്ചുകൂടി അവിടെ നിന്നപ്പോഴത്തേക്കും തേടാ നമ്മുടെ തെങ്ങ് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വിളഞ്ഞ് നിൽക്കണ പോലെ എല്ലാ തെങ്ങിലും തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ ഒരു കൗതുകമാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന അതേ ഫീൽ തന്നെ തോന്നിയിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് സലാല ഒരു കേരളം തന്നെയാണെന്ന് പറഞ്ഞത്. ശരിക്കും കാണാനുണ്ട്, മൊത്തം പച്ചപ്പാണ്. പിന്നെ നേരെ നമ്മൾ സലാലയുടെ ആ ഒരു റൂമിൻ്റെ ആ ഭാഗത്തോട്ട് എത്തി. കുറച്ച് കടകളും ഷോപ്പുകളെല്ലാം കണ്ട് നേരെ നമ്മുടെ ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെ നമ്മൾ ചെന്ന് നിന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇവിടെ തീർന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.